ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. ദുബായിൽ വിവാഹം കഴിക്കുന്നവർക്ക് പുതിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. ദുബായിലെ സർക്കാർ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർക്കാണ് പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിക്കുക. ദുബായ് ഗവൺമെൻറ് ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളത്തോടു കൂടിയ 10 ദിവസത്തെ അവധിയും, സർക്കാർ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന അമ്മമാർക്ക് പ്രസവ അവധിക്ക് ശേഷം ജോലിയിൽ പ്രവേശിച്ച ശേഷമുള്ള എല്ലാ വെള്ളിയാഴ്ചകളിലും വിദൂര ജോലിക്കുള്ള അനുവാദവുമാണ് പുതിയ പ്രഖ്യാപനങ്ങൾ. UAEയുടെ $1 ബില്യൺ അവാർഡ് ബ്രിട്ടീഷ് കണ്ടന്റ് ക്രിയേറ്റർ സൈമൺ സ്ക്വിബിന് ലഭിച്ചു. $10 ലക്ഷം സമ്മാനത്തുക. 1 ബില്യൺ ഫോളോവേഴ്സ് ഉച്ചകോടിയുടെ അവസാന ദിനമായ ഇന്നലെ ദുബായ് കൾച്ചർ ആൻഡ് ആർട്സ് അതോറിറ്റി ചെയർപേഴ്സൺ ഷെയ്ഖ് ലത്തീഫ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമാണ് അവാർഡ് ജേതാവായി സ്ക്വിബിനെ പ്രഖ്യാപിച്ചത്. ബഹുനില കെട്ടിടങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും നിരീക്ഷണം ശക്തമാക്കാനും ഡ്രോൺ ഉപയോഗപ്പെടുത്തി ദുബായ് പോലീസ്. ദുബായിയുടെ പ്രധാന ബിസിനസ് ഡിസ്ട്രിക്റ്റുകളായ ജുമേറ, ലേക്സ് ടവേഴ്സ്, അപ്ടൗൺ ദുബായ് എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഡ്രോൺ സേവനം പ്രയോജനപ്പെടുത്തുക. പ്രവാസി മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് താമസ സ്ഥലത്ത് മരിച്ചു. തൃശൂർ പുത്തൂർ കൈപ്പറമ്പ് കാറനാട്ട് വീട്ടിൽ സദാനന്ദനാണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. ട്രക്ക് ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. മൃതദേഹം സൽമാനി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സദാനന്ദന്റെ 2 സഹോദരന്മാർ ബഹ്റൈനിലുണ്ട്. നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ സാമൂഹ്യ പ്രവർത്തകരായ അമൽ ദേവ്, ഗഫൂർ ഉണ്ണികുളം എന്നിവരുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. കുവൈത്തിലെ മഹ്ബൂലയിൽ പ്രവാസിയുടെ പേഴ്സ് തട്ടിപ്പറിച്ചുവെന്ന് പരാതി. ഒരു വാഹനത്തിൽ അറബ് വേഷത്തിലെത്തിയ പ്രതി രേഖകൾ ആവശ്യപ്പെടണമെന്ന് ആവശ്യപ്പെടുകയും പ്രവാസി പേഴ്സെടുത്തപ്പോൾ തട്ടിപ്പറിച്ച് കടന്നു കളയുകയുമായിരുന്നു. മഹ്ബൂല പോലീസ് സ്റ്റേഷനിലെത്തി പ്രവാസി പരാതി നൽകിയതിനെ തുടർന്ന് അധികൃതർ കവർച്ച കേസ് അന്വേഷിച്ചു വരികയാണ്. മഹ്ബൂലയിലെ ഒരു തുറസായ സ്ഥലത്ത് വെച്ചാണ് സംഭവം നടന്നതെന്ന് പ്രവാസി വെളിപ്പെടുത്തി. പ്രദേശത്തിലൂടെ പ്രവാസി നടക്കുമ്പോഴാണ് സംഭവം ഉണ്ടായത്. കുവൈത്തിൽ മുൻ പ്രതിരോധ ആഭ്യന്തരമന്ത്രിക്ക് 14 വർഷം തടവ്. ഷെയ്ഖ് തലാൽ അൽ ഖാലിദിനെയാണ് മിനിസ്റ്റീരിയൽ കോർട്ട് 2 കേസുകളിലായി 14 വർഷം തടവ് ശിക്ഷ വിധിച്ചത്. ശിക്ഷയ്ക്കൊപ്പം 20 മില്യൺ ദിനാർ പിഴയും ചുമത്തിയിട്ടുണ്ട്. പ്രതിരോധ ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട പൊതുഫണ്ട് അപഹരണ കേസുകളിലാണ് ശിക്ഷ. ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും നിർദ്ദേശമുണ്ട്. UAEയിൽ ഇന്നലെ വിവിധയിടങ്ങളിൽ മഴ ലഭിച്ചു. അബുദാബി, ദുബായ്, ഷാർജ, എമിറേറ്റുകളിൽ ശക്തമായ മഴ ലഭിച്ചതായി ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അധികൃതർ അറിയിച്ചു. അബുദാബിയിലെ ഡെൽമ ദ്വീപ്, റാസ് ഖുമൈസ്, അൽ ഗുവൈഫത്ത്, ദുബായിലെ പാം ഐലൻഡ്, ജബൽ അലി, ഹെസ സ്ട്രീറ്റ്, ദുബായ് ഇൻഡസ്ട്രിയൽ ഏരിയ, അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളം, ഷാർജ എമിറേറ്റ്സ് റോഡ് എന്നിവിടങ്ങളിലാണ് മഴ പെയ്തത്. 2024 ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ സഞ്ചരിച്ചത് 1.71 കോടി യാത്രക്കാരെന്ന് കണക്കുകൾ. ഷാർജ എയർപോർട്ട് അതോറിറ്റിയാണ് 2024 യാത്രക്കാരുടെ കണക്ക് പുറത്തുവിട്ടത്. 1,71,1725 യാത്രക്കാരാണ് 2024 ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കടന്നുപോയത്. 2023 11.4% വർധനവാണ് യാത്രക്കാരുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ളത്. 1,53,56,212 യാത്രക്കാരാണ് 2023 ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ സഞ്ചരിച്ചത്. നിരോധിത മരുന്നുകൾ വിറ്റ സ്ഥാപനത്തിനെതിരെ 1300 റിയാൽ പിഴ ചുമത്തി അധികൃതർ. 1500-ലധികം വരുന്ന നിരോധിത ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ദാഖിലിയ ഗവർണറേറ്റിലെ പ്രാദേശിക വിപണികളിൽ അതോറിറ്റി നടത്തിയ ഫീൽഡ് സന്ദർശനത്തിനിടയിലാണ് നിയമലംഘനം കണ്ടെത്തിയതെന്ന് CPIയുടെ പ്രസ്താവനയിൽ പറയുന്നു. റോയൽ ഹണി, ഇഡുമാക്സ്, സിനിമ ഷാമ്പു പോലെയുള്ള ഉൽപ്പന്നങ്ങളാണ് കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നത്. 11 വർഷമായി നാട്ടിൽ പോകാൻ കഴിയാതിരുന്ന പ്രവാസി ഇന്ത്യക്കാരൻ ജുബൈലിൽ മരിച്ചു. ഉത്തർപ്രദേശ് പ്രതാപ്ഗർ സ്വദേശി മുഹമ്മദ് അസം ഖാനാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച മരിച്ചത്. നാട്ടിൽ പോവാതെ നീണ്ട കാലമായി ജുബൈലിന് സമീപം നാരിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാരിയിൽ സംസ്കരിക്കുമെന്ന് ജുബൈൽ KMCC ഓർഗനൈസിംഗ് സെക്രട്ടറി അൻസാരി മന്നമത്ത് അറിയിച്ചു. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു.